ശ്രീ നൗഷാദ്, വലിയ ചൂടാണ്, പലർക്കും സൂര്യാതപമേൽക്കുന്ന സാഹചര്യമാണ്. വൈദ്യുതിയുടെ കാര്യത്തിലും പലയിടത്തും ഇന്നലെ രാത്രി കറണ്ട് പോയത് വലിയ പ്രതിഷേധത്തിനൊക്കെ ഇടയാക്കിയിട്ടുണ്ട്. പക്ഷേ കറണ്ട് പോകുന്ന സാഹചര്യം അത് ഉപഭോഗം കൂടിയതുകൊണ്ടാണ് എന്ന് മന്ത്രി ഉൾപ്പെടെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. എന്താണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ? കേരളത്തിന്റെ പവർ ക്രൈസിസ് ഒരൊറ്റ സംഭവമല്ല. അത് നമ്മുടെ ഡിമാൻഡിൽ ഉണ്ടാകുന്ന അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു സർജ്, അതുപോലെ തന്നെ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റേഷൻ, അതുപോലെ ഫൈനാൻഷ്യൽ സ്ട്രെസ് ഒക്കെ കൊണ്ടുവരുന്നതാണ്. ഡിമാൻഡ് അത് നമ്മൾ എക്സ്പെക്ട് ചെയ്ത തോതിനേക്കാൾ കൂടുതലാകുന്നു എന്നുള്ളതാണ്. നമ്മൾ ചെറിയ മാധ്യമങ്ങൾ കൂടി അറിഞ്ഞിരുന്നു. 6000 മെഗാവാട്ടിന് പുറത്ത് പീക്ക് ഡിമാൻഡ് എത്തിയിരുന്നു. ഓൾ ടൈം ഹൈ ആണ്. അതുപോലെ തന്നെ 117 മില്യൺ യൂണിറ്റിന് അടുത്ത് ഡെയിലി കൺസംഷൻ എത്തിയിട്ടുണ്ട്. ഇത് മെയിനായിട്ട് എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു ഹീറ്റ് വേവ്, AC-യുടെ യൂസേജ് കൂടുതൽ, മറ്റൊന്ന് ഇൻഡക്ഷൻ കുക്കിംഗ്, അത് ഡ്യൂ ടു LPG ഷോർട്ടേജ് ആണ്. അതുപോലെ ഇലക്ട്രിക് വെഹിക്കിളിന്റെ ചാർജിങ് കൊണ്ടുണ്ടാകുന്ന ഡിമാൻഡ് സർജ് ഇതിനൊരു കാരണമാണ്. ഇത് കേരളം ആക്ച്വലി ഔട്ട്സൈഡ് പവർ പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ ഒരുപാട് പൈസ ഇതാകും. അത് വൾണറബിൾ ടു മാർക്കറ്റ് പ്രൈസ് ഹൈക്സ് ഉണ്ട്. അതുപോലെ തന്നെ ഷോർട്ട് ടേം പർച്ചേസിന്റെ റിസ്ക്കും ഉണ്ട്. ഈ ഹൈഡ്രോ പവർ എന്ന് പറയുന്നത് അത് മൺസൂൺ ഡിപ്പെൻഡന്റ് ആണ്. സമ്മറിൽ നമുക്കറിയാം ലോ ജനറേഷൻ ആണ്, പക്ഷെ ഹൈ ഡിമാൻഡ്. ഇതൊക്കെ സാധാരണ നിലയിൽ നമ്മൾ നേരിടുന്ന സാഹചര്യങ്ങൾ തന്നെയാണല്ലോ. ഇത് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോകുന്ന എന്തുകൊണ്ടാണ്? അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുമ്പോഴും വലിയ ചൂടാണ്, ജലത്തിന് വലിയ ദൗർലഭ്യം കഴിഞ്ഞ വർഷത്തെക്കാൾ ഇത്തവണ ഉണ്ടാകുന്നതൊക്കെ നേരത്തെ തന്നെയുള്ള കാലാവസ്ഥ പ്രഡിക്ഷനുമാണ്. കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? മാത്രമല്ല, നമ്മൾ ദീർഘകാല കരാറുകളുണ്ട്, ഹ്രസ്വകാല കരാറുകളുണ്ട്, ഇപ്പോൾ മറ്റ് സ്റ്റേറ്റുകളുമായുള്ള നമ്മുടെ ഇടപെടലുകളുണ്ട്. എന്തുകൊണ്ട് മുൻകൂട്ടി കാണാൻ കഴിയാതെ പോകുന്നു? ഒരു ഡിമാൻഡ് അൺപ്രഡിക്റ്റബിലിറ്റി ഇവിടെ വരുന്നുണ്ട് എന്നതാണ് അതിന്റെ മെയിൻ കാരണം. അതായത് ഒരു ഡെയിലി ലോഡ് ഫ്ലക്ച്വേഷൻ പ്ലാനിങ്ങിനെ ബുദ്ധിമുട്ടാക്കുന്നു. അതായത് റിസ്ക് ഓഫ് ലാസ്റ്റ് മിനിറ്റ് എക്സ്പെൻസീവ് പർച്ചേസിലേക്ക് പോകേണ്ടി വരുന്നു എന്നുള്ളതാണ്. എന്നാൽ ലോഡ് ഷെഡിംഗ് ഒന്നും ഇല്ലാതെ തന്നെ റെഗുലേറ്ററി കമ്മീഷൻസ് തന്നെ ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് പോയി ഒരു പർച്ചേസിന് വേണ്ടി ഇതാക്കിയിട്ടുണ്ട്. അത് മെയിനായിട്ട് ഞാൻ പറഞ്ഞ കാരണം എന്ന് വെച്ചാൽ, ഒന്ന് ഇലക്ട്രിക് വാഹനങ്ങൾ, മറ്റൊന്ന് ഇൻഡക്ഷൻ കുക്കിങ്ങിന്റെ ഒരു ആവശ്യകത. ഇതൊക്കെയാണ് മെയിനായിട്ട് അത് വരുന്നത്. ആ ക്രൈസിസ് എന്തൊക്കെയാണ് എന്ന് ഒന്ന് സമറൈസ് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഇവിടെ വലിയൊരു ഇമ്പോർട്ട് ഡിപ്പെൻഡന്റ് ആയിട്ടാണ് കേരള സ്റ്റേറ്റ് വരുന്നത്. ഇതിവിടെ ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ വീക്കാണ്. അതിന് ഇലക്ട്രിസിറ്റി ബോർഡിന്റെ അകത്ത് നിന്ന് ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഒന്നും കൂടെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തണം. അതുപോലെ സീസണൽ ഹൈഡൽ വേരിയേഷൻ, അത് സീസണലാണ്, അത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. ശരി, നന്ദി ശ്രീ നൗഷാദ്.